കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ശബരിമല ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. വീണ്ടും സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻസ് വരുന്നു. എല്ലാ സർക്കാരുകളോടും കക്ഷികളോടും നിങ്ങളുടെ അഭിപ്രായം രേഖാമൂലം എഴുതി സമർപ്പിക്കാൻ പറഞ്ഞേക്കുന്നു. ഇത് ശരിക്കും ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ സ്ത്രീ പ്രവേശനമാണോ ഉദ്ദേശിക്കുന്നത് അറിയില്ല. ശബരിമലയിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സ്ത്രീ പ്രവേശനമല്ല, യുവതികളെ കയറ്റുന്നില്ല. അതായത് 10നും 50നും ഇടയ്ക്കുള്ള യുവതികളെ ആ സമയം അവർ ചില ആ ഒരു പർട്ടിക്കുലർ ഏജിലുള്ള ആൾക്കാരെ മാത്രം ശബരിമലയിൽ കയറ്റുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. പക്ഷെ അത് മറച്ചു വെച്ചിട്ട് ഇത് സ്ത്രീകളെ ഒരു സ്ത്രീയെയും കയറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം എനിക്ക് പറയാനുള്ള, ഈ പത്തനംതിട്ട ജില്ലയിലാണ് ഈ ശബരിമല നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു അമിക്കസ് ക്യൂറിയെ സുപ്രീം കോടതി വെച്ചിട്ട് ആ അമിക്കസ് ക്യൂറിയോട് പോയി പത്തനംതിട്ടയിൽ വിസിറ്റ് ചെയ്ത് ആ പത്തനംതിട്ടയിലുള്ള ഏകദേശം ഹിന്ദു കുടുംബങ്ങളിലും മറ്റും എല്ലായിടത്തും പോയി ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യുക. ഈ ആചാരം ഇങ്ങനെ ഒരു ആചാരമാണോ, അതിനെന്താണ് കാരണം, എന്തുകൊണ്ട് ശബരിമലയിൽ യുവതികളെ കയറ്റുന്നില്ല, എന്താണ് അതിൻ്റെ പ്രശ്നമെന്നൊന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഈ റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുക. അല്ലാതെ എന്താ പറയുക, വെറുതെ ഒരു പെറ്റീഷൻ എടുത്ത് വെച്ചിട്ട് വീണ്ടും എല്ലാ യുവതികളെയും കയറ്റുക എന്നുള്ളൊരു നിയമം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എങ്കിൽ അതിലൊരു യാതൊരു കാര്യമില്ല. നിങ്ങളൊരു അമിക്കസ് ക്യൂറിയെ വെച്ച് അമിക്കസ് ക്യൂറി വന്ന് പത്തനംതിട്ടയിൽ വന്ന് പന്തളം രാജകൊട്ടാരത്തിലും ആ ചുറ്റുവട്ടത്തുള്ള പന്തളം, ഓമല്ലൂർ, പത്തനംതിട്ട, അടൂർ, ആ ഏരിയയിലുള്ള ചെങ്ങന്നൂരൊക്കെ ഉള്ള ഹിന്ദു കുടുംബങ്ങളിലും ഈ രാഷ്ട്രീയക്കാരെ കാണേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ല, പെണ്ണുങ്ങൾ കയറിയാലും കയറിയില്ലെങ്കിലും അവരെ സംബന്ധിച്ച് വിഷയമുള്ള ആവശ്യമില്ല, അവർക്ക് വോട്ട് കിട്ടിയാൽ മതി. പക്ഷേ ഒരു ആചാരം, അതായത് ഒരു ആചാരം എന്നൊരു വിശ്വാസമാണ്. ആ ഒരു വിശ്വാസ സംരക്ഷണം എല്ലാ ഭരണങ്ങളിലും ഉണ്ടല്ലോ. ഏത് മതത്തിലുള്ളവർക്കും വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരുകളുടെയും അതിനെ നിലനിർത്തിയുള്ള കോടതികളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരു അമിക്കസ് ക്യൂറി വെച്ചിട്ട് അവർ ഒന്ന് ചെക്ക് ചെയ്ത് ഒരു എന്താ പറയുക, നല്ലൊരാളെ വെക്കുക. കുറച്ച് ഹിന്ദുത്വത്തെ പറ്റി അറിയാവുന്ന ഒരാളെ വെക്കുക. അല്ലാതെ ചുമ്മാ ഒരാളെ വെച്ചിട്ട് കാര്യമില്ല. അവർ വന്ന് എല്ലാ ഒരു ഏരിയയിലും കുറച്ച് നോർമലി പല വീടുകളിലും പോയി ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുക. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മൂമ്മയ്ക്ക് 100 വയസ്സുണ്ടായിരുന്നു. അവരെ 8ാമത്തെ വയസ്സിലാണ് ശബരിമലയ്ക്ക് പോയത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരാണ്, ശബരിമലയിൽ പോകുന്ന ആൾക്കാർ. ഇതുപോലെ എൻ്റെ കുറേ ഫ്രണ്ട്സും, ഈ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ ഫ്രണ്ട്സ് ശബരിമല പോകുന്നവരുണ്ട്. അപ്പോൾ ശബരിമല എന്ന് പറഞ്ഞ ഒരു മതപരം മാത്രമല്ല, മതമില്ലാത്ത ഒരു സ്ഥലം കൂടിയാണ്. ഓക്കെ, നമുക്ക് മതം പറയാം, പക്ഷെ അത് മതമില്ലാത്തൊരു സ്ഥലം കൂടിയാണ്. എല്ലാവർക്കും കയറാവുന്നതാണ്. അപ്പം അത് ജാതി ഭേദമന്യേ കയറുന്ന ഒരു ശബരിമല ഒരു അമ്പലത്തിൽ ഈ സ്ത്രീ പ്രവേശന പേരിൽ അതിൻ്റെ പവിത്ര നാളായാതിരിക്കുക. സുപ്രീം കോടതിക്ക് പറ്റുവാണെങ്കിൽ അമിക്കസ് ക്യൂറിയെ വെച്ചിട്ട് പ്രശ്നം സോൾവ് ചെയ്യുക. രാഷ്ട്രീയക്കാരെയും സർക്കാരെയും വെറുതെ വിടുക. ഇതിൻ്റെ പേരിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും മറ്റു പക്ഷങ്ങളും ചേർന്ന് ശബരിമലയുടെ പേരിൽ അലമ്പുണ്ടാക്കാതിരിക്കുക. അതെനിക്ക് പറയാനുള്ളൂ. കഴിവതും നല്ലൊരു വിധി വരട്ടെ, നിലവിലുള്ള തന്നെ പോകട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അയ്യപ്പ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്. ഏത് അയ്യപ്പ ക്ഷേത്രത്തിൽ വേണമെങ്കിലും ലേഡീസിന് പ്രവേശിക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ആചാരം ആ മൂർത്തിയുടെ ആചാരമാണ്. അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്.